എന്താണ് നമ്മൾ മാത്രം ഇങ്ങനെ കൂടെ പഠിച്ചവന്മാർക്ക് ജോലിയായി അവന്മാർക്ക് കല്യാണം കഴിഞ്ഞു 1-2 പിള്ളേരുമായി. പെൺപിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ട, അവളുമാരുടെ പിള്ളേരെ വരെ കിട്ടിക്കാറ്. നമുക്ക് മാത്രം ഒന്നും നടക്കണില്ല, എനിക്ക് സഹിക്കണില്ല. സാരമില്ല അളിയാ, നീ കരയാതെ, നമുക്ക് ഒരു നല്ല ദിവസം വരും, സമാധാനപ്പെടും. ഞാൻ എങ്ങനെ സഹിക്കൂലേ, എങ്ങനെ സഹിക്കും? ഞാൻ എടുത്തോണ്ട് വരുന്ന പയ്യനാണ്, അവൻ ഒരു പീക്കിൽ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് നാളെ അവന്റെ കല്യാണം. അതാണ് അളിയ പ്രശ്നം. അവനൊക്കെ ഒരു ജോലിയും വേണ്ട, കൂലിയും വേണ്ട. നമ്മൾ പോകുമ്പോഴേ നമുക്ക് പ്രശ്നം. അല്ലെ ഇങ്ങനെ ഇരുന്നിട്ടോ ഒരു കാര്യമില്ല, എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കും. പെട്ടെന്ന് കാശുണ്ടാക്കണമെങ്കിൽ നല്ല സിനിമ നടന്മാരാണ്. ക്ലച്ച് പിടിച്ച് അളിയ കോടികൾ. അതിനല്ലേടെ നമ്മൾ ഈ 8 വർഷമായിട്ട് ഓഡിഷൻ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ലാതെ ഡയലോഗുള്ള വല്ല വേഷവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനും ആലോചിക്കാറുണ്ട്, ഇത്രയും നാൾ നമ്മൾ ഈ ഓഡീഷനൊക്കെ കൂട്ടും, നമുക്ക് മാത്രം എന്താ ഒരു ഡയലോഗുള്ള സിംഗിൾ കിട്ടാത്തത്? നായകന്മാരാവാൻ വേണ്ടിട്ട് ഓഡിഷന് പോയി തുടങ്ങിയതാ. ഞാൻ അച്ഛനാവാനുള്ള ഓഡിഷന് പോയി തുടങ്ങാലോ. എടാ സിനിമ എന്ന് പറഞ്ഞാൽ ഫുൾ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, പോരാത്തതിന് നമ്മൾ പെമ്പിള്ളതും അല്ല. അപ്പൊ എന്ത് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെടണം, ഇല്ലേ ദുഡ് ഇറങ്ങണം. ദുഡ് ഒരു നല്ല റോൾ തരാന്ന് പറയട്ടെ, എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറാവൂലേ? ഒന്ന് വിട്ടു പറയല തെണ്ടികളും. പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എടാ അപ്പൊ നീ മഴവില്ലാണല്ലേ? ഇവിടെ ചെറ്റകളെ, അങ്ങനെയെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാ. അളിയാ ഇപ്പൊ ട്രെൻഡിങ് റീൽസ് ആണ് അളിയാ, നീ കണ്ടിട്ടില്ല? റീൽസ് ചെയ്ത് ഇത്ര പേരെ ഇപ്പൊ സിനിമയിൽ കയറിയിരിക്കും. അളിയാ നമുക്കൊന്നും തുടങ്ങാം യൂട്യൂബ് ചാനല്, എന്നിട്ട് നമുക്കും ട്രെൻഡിങ് ആവണം. എന്തേ? അപ്പൊ എല്ലാം നമ്മളെ തേടി വരും. നമുക്ക് എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് അളിയാ. Me and my buddy